മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഇയ്യാക്കും വഖദ്റാ അദ്ദിമൻ, നിങ്ങളെയും ഖദ്റാ അദ്ദിമനെയും നിങ്ങൾ എന്താക്കണം, സൂക്ഷിക്കണം. ഖദ്റാ ഉദ്ദിമൻ എന്ന് പറഞ്ഞാൽ പടുമുള, അതാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പേരിൽ പടുമുള അറിയില്ലേ, അതാണ് ഖദ്റാ ഉദ്ദിമൻ എന്ന് പറയാം. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഒമാ ഖദ്റാ ഉദ്ദിമൻ യാ റസൂലല്ലാഹ്, നിങ്ങളെയും ഖദ്റാ ഉദ്ദിമനെയും സൂക്ഷിക്കാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എന്താണ് ഖദ്റാ ഉദ്ദിമൻ? മുത്തുനബിയോട് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഅത്തു ജമീല, നല്ല ഭംഗിയുള്ള പെണ്ണാണ്, മിനൽ മംബിതി സൂ, ചീത്ത മാർഗത്തിലുണ്ടായ ഭംഗിയുള്ള സ്ത്രീയാണ് ഖദ്റാ ഉദ്ദിമൻ എന്ന് പുന്നാര പോവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൾ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ ഒരു കാര്യം അതിൽ മനസ്സിലാക്കണം, ചീത്ത മാർഗത്തിലൂടെ ഉണ്ടായ നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ അതിനെ തൊട്ടിട്ടും നിങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ചീത്ത പെണ്ണിലുണ്ടായ പെണ്ണുണ്ടല്ലോ, അത് അവളിലേക്ക് തന്നെ, അവളുടെ പാരമ്പര്യത്തിലേക്ക്, അവൾ എങ്ങനെയാണ് ഉണ്ടായത്, ആ കൂട്ടുകെട്ടിലേക്ക്, അതുപോലെയുള്ള കൂട്ടുകെട്ടിലേക്ക് അവൾ ചെന്ന് വീഴാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് അവളെയും നിങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ട് പെണ്ണ് എടുക്കുമ്പോൾ എന്താകാൻ പാടില്ല, ചീത്ത അഹ്ലുകാരിൽ നിന്നും ചീത്ത രൂപത്തിലുണ്ടായ പെണ്ണിനെയും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പണ്ഡിത പാരമ്പര്യമുള്ളവരെന്താകും, നമ്മൾ തിരഞ്ഞെടുക്കും. അതെന്താ കാരണം, അവർ പണ്ഡിതന്മാരാകും എന്നുള്ള കാഴ്ചപ്പാടാണ്. ഇപ്പോൾ പോലീസുകാരൻ്റെ മക്കൾ പോലീസുകാരാകും, ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടർമാരാകും, പണ്ഡിതന്മാരുടെ മക്കൾ പണ്ഡിതന്മാരാകും. അത് ആ പാരമ്പര്യമാണ് അല്ലേ. അതുകൊണ്ടാണ് പാരമ്പര്യം നോക്കണം എന്ന് പറഞ്ഞത്. അത് നോക്കുമ്പോൾ എന്താണ്, കാരണം പണ്ഡിതന്മാരെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ കുടുംബത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ അവരെന്താകും, പണ്ഡിത വർഗത്തിൽപ്പെടും. പണ്ഡിതന്മാരിലേക്ക് അവരെ ചേർത്തും അവരുടെ മക്കളും പേരൻകുട്ടികളൊക്കെ എന്താകും, പണ്ഡിതന്മാരായി മാറിക്കൊണ്ടിരിക്കും. അതേപോലെ മോശപ്പെട്ട വർഗത്തിൽ മോശപ്പെട്ട രൂപത്തിൽ ജീവിക്കുന്ന കുടുംബം ഉണ്ടാകും. നിങ്ങളൊന്ന് അവരിലേക്കൊന്ന് നോക്കിക്കേ, അവരുടെ മക്കളും അതേ തനിമയിലായിരിക്കും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവുക അല്ലേ. അങ്ങനെ ശ്രദ്ധിച്ചു നോക്ക്. ജീവിത പാരമ്പര്യമുള്ളവർ അത്തരക്കാരായി മാറാറാണ് പതിവ് അല്ലേ. പതിവ് അങ്ങനെയാണ്. ചിലത് ദുർലഭം, കുറച്ച് ആളുകൾ മാത്രം അതിൽ നിന്ന് വിഭിന്നമായി മാറും. കാരണം എന്താ, അവർ ഏതെങ്കിലും ഒരു സ്വാലിഹായ മനുഷ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുമായിട്ട് അവരുടെ കുടുംബ താല്ലുക്കുണ്ടാവും, മാതാപിതാക്കൾ ബന്ധം ഉണ്ടാകും. അതിലൂടെ കിട്ടിയ ഒരു അനുഗ്രഹം കൊണ്ട് അവർ ചിലപ്പോൾ നന്നായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ സന്തോഷത്തിൻ്റെ രൂപത്തിൽ ജീവിതം റാഹത്തിലാകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ പരമ്പരയ്ക്ക് അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബത്ത് വെക്കുന്ന റസൂലുള്ളാഹിന്റെ നല്ല മുഹിബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ അല്ലാഹു കൊടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട്